ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു സൂപ്പർ ചീസി പനീർ റോൾ ആയാലോ. കുട്ടികൾക്ക് ലഞ്ച് ബോക്സിലും അതേപോലെ ബ്രേക്ക്ഫാസ്റ്റിനും ഡിന്നറിനും ഒക്കെ കഴിക്കാൻ പറ്റുന്ന ഈ ചീസി പനീർ റോൾ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിനായി 200 ഗ്രാം പനീർ ആദ്യം ചെറിയ കഷ്ണങ്ങളായി കട്ട് ചെയ്തെടുക്കാം. ഇതേപോലെ ഈ ഒരു സൈസിൽ കട്ട് ചെയ്ത് എടുത്തിരുന്നാലും മതി. ഇനി കട്ട് ചെയ്തെടുത്ത പനീർ വേറൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ തൈര് ഇട്ട് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ ഗരം മസാല, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, 1/2 ടീസ്പൂൺ ലെമൺ ജ്യൂസ്. ഇനി ഇതിനാവശ്യമായ ഉപ്പ്. ഇനി നന്നായിട്ട് എല്ലാം ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് ഒരു 15 മിനിറ്റ് നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം. ഇനി ചൂടായ പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. കൂടെ തന്നെ 1 ടീസ്പൂൺ ബട്ടർ ഇട്ട് കൊടുക്കാം. ബട്ടറൊക്കെ ഒന്ന് മെൽറ്റായി വരട്ടെ. ഇനി ഇതിലേക്ക് 1 സവാള ചെറുതായി ചോപ്പ് ചെയ്ത് ഇട്ട് കൊടുക്കാം. ഒരു 2 മിനിറ്റ് നമുക്കൊന്ന് ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. 2 മിനിറ്റിന് ശേഷം ചെറുതായി ചോപ്പ് ചെയ്ത 1 തക്കാളി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. കൂടെ തന്നെ 1 ക്യാപ്സിക്കം ചെറുതായി ചോപ്പ് ചെയ്ത് ഇട്ട് കൊടുക്കാം. ഇനി ഇതിനാവശ്യമായ ഉപ്പിട്ട് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. എല്ലാം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് ഒരു 3 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വേണം ഇത് കുക്ക് ചെയ്തെടുക്കാനായിട്ട്. ഇനി ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ മല്ലിയില ഇട്ട് കൊടുക്കാം. ഇനി നന്നായിട്ട് എല്ലാം ഒന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കാം. ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന മസാല പുരട്ടി വെച്ചിരിക്കുന്ന പനീർ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പനീർ ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് എല്ലാം ഒന്നുകൂടെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്തതിന് ശേഷം ഒരു 5 മിനിറ്റ് വരെ നമുക്ക് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് പനീറൊക്കെ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് ഒഴിച്ച് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ മല്ലിയില ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് എടുക്കാം. ഇപ്പോൾ നമ്മുടെ പനീർ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ്. ഇനി ഫില്ലിങ്സിന് ആവശ്യമായിട്ടുള്ള ചീസ് ഞാൻ ഇതേപോലെ നീളത്തിലൊന്ന് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇങ്ങനെ തന്നെ കട്ട് ചെയ്യണമെന്നില്ല, ഗ്രേറ്റ് ചെയ്ത് എടുത്തിരുന്നാലും മതി. ഇനി നമുക്ക് റോളിന് ആവശ്യമായ ചപ്പാത്തി അല്ലെങ്കിൽ ഫ്ലാറ്റ് ബ്രെഡ് പരത്തിയെടുത്ത ശേഷം ഇതേപോലെ ചൂടായ പാനിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഈ ചപ്പാത്തി ഒന്ന് റെഡിയാക്കി എടുക്കാം. ചപ്പാത്തി ഒന്ന് റെഡിയായ ശേഷം ഇതിലേക്ക് ബട്ടർ അല്ലെങ്കിൽ നെയ്യ് ഇതേപോലെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം 2 സൈഡിലും. നമുക്ക് ഇതേപോലെ ബാക്കി എല്ലാ റൊട്ടിയും ഒന്ന് റെഡിയാക്കി എടുക്കാം. ചപ്പാത്തി എല്ലാം റെഡിയാക്കിയ ശേഷം പ്ലേറ്റിലേക്ക് ഓരോന്നായി എടുത്ത് വെച്ച് അതിൻ്റെ സെൻറ്ററിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന പനീർ മസാല ഇതേപോലെ ഒന്ന് വെച്ച് കൊടുക്കുക. ഇനി മസാലയൊക്കെ വെച്ച് കൊടുത്തതിന് ശേഷം ഇതേപോലെ ചീസൊക്കെ ഒന്ന് വെച്ച് കൊടുക്കാം. ചീസൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് വെച്ച് കൊടുക്കാവുന്നതാണ്. അതിനുശേഷം നമുക്ക് ഇതേപോലെ ഒന്ന് റോൾ ചെയ്തെടുക്കാം. ഇനി ബാക്കിയുള്ള എല്ലാ ചപ്പാത്തിയും ഇതേപോലെ ഒന്ന് റെഡിയാക്കി എടുക്കാം. റെഡിയാക്കിയ ശേഷം ഓരോ ചപ്പാത്തിയായി നമുക്ക് പാനിലേക്ക് വെച്ച് കൊടുക്കാം. ലോ ഫ്ലെയിമിൽ ഒരു 30 സെക്കൻഡ് വെച്ചിരുന്നാൽ മതി. ചീസൊക്കെ ഒന്ന് മെൽറ്റായി വരണം. ഇനി നമുക്ക് ഇതേപോലെ ബാക്കിയെല്ലാം ഒന്ന് റെഡിയാക്കി എടുക്കാം. ഇത് നമ്മളിപ്പോൾ എല്ലാം ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നോക്കിക്കേ, ആ ചീസൊക്കെ ഉരുകി പനീറുമായി ചേർന്ന് നല്ല ജ്യൂസിയായി വന്നിട്ടുണ്ട്. ഈ പനീർ റോൾ എല്ലാവർക്കും ഉറപ്പായും ഇഷ്ടമാകും. സത്യം പറയാലോ, ഇതിന്റെ ടേസ്റ്റ് വേറെ ലെവലാണ്. കടയിൽ നിന്ന് കിട്ടുന്നതിനേക്കാൾ രുചിയുണ്ട്. ആ പനീറിന്റെ സോഫ്റ്റ്നെസ്സും ചീസിന്റെ ആ ഒരു ക്രീമി ടേസ്റ്റും കൂടി ചേരുമ്പോൾ അടിപൊളി ടേസ്റ്റ് ആണ്. ഉറപ്പായും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുതേ. വീഡിയോ ഇഷ്ടമായാൽ പ്ലീസ് ലൈക്ക്, ഷെയർ. കൂടാതെ ഇതേപോലെയുള്ള റെസിപ്പികൾക്കായി ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ.